ഹായ് കൂട്ടുകാരെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോർ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി ബസുമതി അരി കഴുകിയൂറ്റി 15 മിനിറ്റ് വയ്ക്കുക. 3 തണ്ട് മല്ലിയില, 2 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി എന്നിവ മിക്സി ജാറിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. കുക്കർ അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് ചൂടായതിൽ 4-5 ഗ്രാമ്പൂ, പട്ട, ബിരിയാണി ഇല, ഏലക്ക, 1 സവാള നീളത്തിലരിഞ്ഞത് എന്നിവ വഴറ്റുക. ഇതിലേക്ക് മുൻപേ അരച്ചു വച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറും വരെ ഇളക്കിയതിന് ശേഷം കുതിർത്ത് വച്ചിരിക്കുന്ന ബസുമതി അരി ചേർത്ത് ഒന്നുകൂടി വഴറ്റുക. ഇതിലേക്ക് 4 ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കുക്കർ മൂടി വെച്ച് വെയിറ്റ് ഇട്ട ശേഷം മീഡിയം ഫ്ലെയിമിൽ 1 വിസിലിന് വേവിച്ചെടുക്കുക. അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, നീളത്തിൽ അരിഞ്ഞ സവാള എന്നിവ പിന്നീട് നെയ്ച്ചോറിലേക്ക് വഴറ്റി ചേർക്കുക. ഇതിനായി ചീനച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് ചൂടാക്കിയതിൽ അണ്ടിപ്പരിപ്പ്, കിസ്മിസ് എന്നിവ ആദ്യം വറുത്ത് കോരി മാറ്റുക. ഇതേ എണ്ണയിൽ 1 സവാള നീളത്തിലരിഞ്ഞത്, 1 നുള്ള് ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ബ്രൗൺ നിറമായതിനു ശേഷം വറുത്ത് കോരി മാറ്റുക. കുക്കറിൽ നിന്ന് നെയ്ച്ചോർ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും സവാളയും ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക. എല്ലാവരും വീണ്ടും വീണ്ടും കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോർ റെഡിയായി കഴിഞ്ഞു. എല്ലാ കൂട്ടുകാർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിന്നി സ്പേസ്.